ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ 4-ാം തീയതി നിങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, എക്കണോമിക് ബോട്ടണി ആൻഡ് എത്തനോ ബോട്ടണി എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സുകൾ ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ ടോപ്പിക്കിലൂടെയും ജസ്റ്റ് ഒന്ന് കടന്നു പോവുക. കാരണം ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം എഴുതാൻ പറ്റും. നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. അതിൻ്റെ മുന്നേ ജസ്റ്റ് വെയിറ്റേജ് പറയുകയാണ് ഞാൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ടിഷ്യൂ കൾച്ചറിനും ഹോർട്ടിക്കൾച്ചറിനുമാണ്. അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. കൂടുതൽ മാർക്ക് എന്ന് പറയുന്നത് ഈ ടിഷ്യൂ കൾച്ചറിനും ഹോർട്ടിക്കൾച്ചറിനുമാണ്. ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് 2 ഭാഗത്തിനും ഉള്ളത്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെയും കുറവ് ഹോർട്ടിക്കൾച്ചറിനാണ്. ഹോർട്ടിക്കൾച്ചറിന് 2 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ടിഷ്യൂ കൾച്ചറിന് 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. സീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചില സീലിംഗ് ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ചില ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് അറിയുന്നതുണ്ടാവും, ചില ക്വസ്റ്റ്യൻ നല്ല അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ കുറച്ച് അറിയുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ കുറച്ച് മാർക്ക് കിട്ടില്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി 2നും, അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എന്തുണ്ട്, സീലിംഗ് ഉണ്ട്. അതിനനുസരിച്ച് എഴുതുക. ഓക്കെ, പിന്നെ വരുന്നത് എക്കണോമിക് ബോട്ടണിയും എത്തനോ ബോട്ടണിയുമാണ്. ഇതിന് 2നും എന്താണ്, ഏകദേശം ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക. രണ്ടൊന്നും എന്താണ്, 2 മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യനുമാണ് എക്കണോമിക് ബോട്ടണിയിൽ നിന്നും എത്തനോ ബോട്ടണിയിൽ നിന്നും വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വരും? എക്കണോമിക് ബോട്ടണിയിൽ നിന്ന് ഒരു 7 മാർക്കും എത്തനോ ബോട്ടണിയിൽ നിന്ന് ഒരു 7 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി അതിന് കൊടുത്തിട്ട് ആ പോർഷൻസും കവർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ്? ടിഷ്യൂ കൾച്ചറും ഹോർട്ടിക്കൾച്ചറുമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പോർഷൻസ് ടോട്ടിപ്പൊട്ടൻസി എന്താണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ടിഷ്യൂ കൾച്ചറിൽ ടോട്ടിപ്പൊട്ടൻസി യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡിഫറൻസിയേഷനും റീഡിഫറൻസിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടിഷ്യൂ കൾച്ചർ മീഡിയം, ഇത് 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അല്ലാതെ 5 മാർക്കിന് മുറാഷ് സൂഗ് മീഡിയത്തിൻ്റെ കമ്പോസിഷൻ ആൻഡ് പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലാമിനാർ ഹെയർ ഫ്ലോ, ഓട്ടോക്ലേവ്, ഇങ്ങനത്തെ ടേംസൊക്കെ 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചോദിക്കാം, എന്തൊക്കെ അസെപ്റ്റിക് ടെക്നിക്സ് ആണ് ഇൻവിട്രോ കൾച്ചറിൽ ഉപയോഗിക്കുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാണാം. പിന്നെ എക്സ്പ്ലാന്റിൻ്റെ പ്രിപ്പറേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോ പ്രൊപ്പഗേഷൻ, ഇതൊരു 10 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷനാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൊമാറ്റിക് എംബ്രയോജെനസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വിടുക എല്ലാ ഭാഗങ്ങളും. ഓക്കെ, പിന്നെ സോമക്ലോണൽ വേരിയേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഇൻവിട്രോ ആൻഡ് ഇൻവൈവോ റൂട്ട് ഹാർഡനിങ്ങും നോക്കി വയ്ക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ എല്ലാ പോർഷൻസും എല്ലാ ടോപ്പിക്സും പറഞ്ഞല്ലോ എന്ന്. ഇത് നമ്മൾ ചില പോർഷൻസ് ചിലപ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിടുമ്പോൾ ആ പോർഷൻസ് നിന്നാവും ചിലപ്പോൾ ചോദിക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല ഇത്. എന്നാലും കുറേ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. മൈക്രോ പ്രൊപ്പഗേഷനൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, നോക്കി വയ്ക്കുക.
പിന്നെ ഷൂട്ടിപ്പ് ആൻഡ് മെരിസ്റ്റം കൾച്ചർ, ഷൂട്ടിപ്പ് കൾച്ചർ ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിന്തറ്റിക് സീഡ് പ്രൊഡക്ഷൻ, അതൊക്കെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എംബ്രയോ കൾച്ചർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൈബ്രിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൊമാറ്റിക് സെൽ ഹൈബ്രിഡൈസേഷൻ, അത് നോക്കി വയ്ക്കുക. പിന്നെ ഇൻവിട്രോ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷൻ നോക്കി വയ്ക്കുക കേട്ടോ. സെൽ ഇമ്മൊബിലൈസേഷൻ, അതൊക്കെ നോക്കി വയ്ക്കുക. ബയോറിയാക്ടേഴ്സ് ഇത് നോക്കി വയ്ക്കുക. ഹാപ്ലോയിഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്ലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആന്തർ കൾച്ചർ ആൻഡ് പോളൻ കൾച്ചർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി വരുന്നത് ഹോർട്ടിക്കൾച്ചറിൻ്റെ പോർഷനാണ്. ഹോർട്ടിക്കൾച്ചറിൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, കമ്പോസ്റ്റ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോട്ട്സ് ആൻഡ് പോട്ടിങ്, അതൊന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇറിഗേഷൻ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇറിഗേഷൻ, ഈ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ സീഡിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ്, നെക്സ്റ്റ് മൊഡ്യൂളിൽ വരുന്ന സീഡിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കട്ടിങ്, ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഗാർഡനിങ്ങിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഗാർഡനിങ് ടൂൾസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പോളി ഹൗസ് എന്താണ്, ഗ്രീൻ ഹൗസ് എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബോൺസായിൻ്റെ പ്രിൻസിപ്പിൾസ്, എങ്ങനെയാണ് ബോൺസായി ഉണ്ടാക്കുന്നത് എന്നുള്ള ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൾട്ടിവേഷൻ ആൻഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഇത് കണ്ടിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ പെസ്റ്റിനെ അവോയ്ഡ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ്, ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാ ഭാഗവും ഒന്ന് ഓടിച്ചിട്ട് പോകുക. പിന്നെ വരുന്നത് മഷ്റൂം കൾച്ചറാണ്, മഷ്റൂം കൾട്ടിവേഷനാണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതും റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്. 2 മാർക്ക് മുതൽ 5 മാർക്കിന് വരെ മഷ്റൂം കൾട്ടിവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നതാണ് നമ്മുടെ എക്കണോമിക് ബോട്ടണി. ഈ എക്കണോമിക് ബോട്ടണിയിൽ നിങ്ങൾ ഓരോ വിഭാഗങ്ങളും അതിൽ വരുന്ന കാറ്റഗറി ഇത് നോക്കുക. ഇപ്പോൾ മാസികേറ്ററിയിൽ 2 മാസികേറ്ററീൻ്റെ ബൈനോമിയൽ നെയിമും മോർഫോളജിയും അതുപോലെ തന്നെ ഫാമിലിയും ചോദിക്കാറുണ്ട്. അതാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. ഇതുവരെയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 മാസ്റ്റിഗേറ്ററിൻ്റെ ബൈനോമിയലും മോർഫോളജിയും അതുപോലെ തന്നെ ഫാമിലിനെയും എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഏത് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ വെജിറ്റബിൾസ് എന്നായിരിക്കാം, ചിലപ്പോൾ മാസ്റ്റിഗേറ്ററീസ് എന്ന്, ചിലപ്പോൾ ഓർണമെൻറ്റ്സ് എന്ന്, ചിലപ്പോൾ ടിമ്പേഴ്സ് എന്ന്, ടിമ്പർ ഈൽഡിങ് പ്ലാന്റ്സ് എന്ന്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ബീവറേജസ് എന്നോ അങ്ങനെ ഓരോ കാറ്റഗറിയിൽ നിന്ന് ചോദിക്കാം. ടിമ്പർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗംസ് ആൻഡ് റെസിൻസ് എന്ന് ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ എല്ലാ ഇതിൻ്റെയും എന്ത് പഠിച്ചേക്കുക, സയൻറ്റിഫിക് നെയിം, അതിൻ്റെ യൂസ്ഫുൾ പാർട്ട്, മോർഫോളജിക്കലി യൂസ്ഫുൾ പാർട്ട്, അതിൻ്റെ ഫാമിലി, ഈ 3 കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ പേര് പഠിക്കുമ്പോൾ സ്പെല്ലിങ് തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സയൻറ്റിഫിക് നെയിമിൻ്റെ സ്പെല്ലിങ് തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക്, ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിന് 1/2 മാർക്ക് വെച്ച് ചിലപ്പോൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പം നോക്കി വയ്ക്കുക. ഓക്കെ, എല്ലാത്തിൻ്റെ സ്പെല്ലിങ് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? സ്പെല്ലിങ്ങോടൊക്കെ പഠിക്കുക, കറക്റ്റ് സ്പെല്ലിങ് എഴുതി പഠിക്കുക, ആ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ചധികം കാര്യങ്ങളുണ്ട്, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറക്കില്ല. ഇപ്പോൾ ബൈനോമിയൽ ആയാലും ഫാമിലി ആയാലും നമ്മൾ ഒരു ഇതിൻ്റെ ബൈനോമിയൽ നെയിമും അതുപോലെ തന്നെ ഫാമിലിയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളത് മറക്കില്ല. അത് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തുനിന്ന് 7 മാർക്കാണെന്ന് വെച്ചിട്ട് ആ 7 മാർക്ക് കളയരുത്. എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിന്ന് വരുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ്. എന്ത് പറയും, 5 സ്പൈസസിൻ്റെ ബൈനോമിയലും ഫാമിലിയും അതിൻ്റെ യൂസ്ഫുൾ പാർട്ടും കുറച്ച് എക്കണോമിക് ഡീറ്റെയിൽസും എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി എത്തനോബോട്ടണി നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, സൗത്ത് ഇന്ത്യയിലുള്ള മേജർ ട്രൈബ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ഏതാണ്, ട്രഡീഷണൽ ബൊട്ടാണിക്കൽ നോളജിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ എത്തനോ ബൊട്ടാണിക്കൽ സിഗ്നിഫിക്കൻസ്, ഈ 6 പ്ലാന്റ്സിൻ്റെ എത്തനോ ബൊട്ടാണിക്കൽ സിഗ്നിഫിക്കൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് ഏഗിൾ മാർമലോസും അതുപോലെ തന്നെ കുർക്കുമ ലോങ്ങിയാണ്. അതിൻ്റെ മുന്നത്തെ വട്ടം ചോദിച്ചിട്ടുള്ളത് ട്രൈക്കോപ്പസ് ഐലാനിക്കസും സെനഡോൺ ഡാക്ടൈലോണുമാണ്. ഓക്കെ, ഇനി ഇത്തവണ ഫൈക്കസ് റിലീജിയോസും ഓസിമം സാൻഡും ആണോ ചോദിക്കുക, അല്ലെങ്കിൽ പഴയ തന്നെ ചോദിക്കുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 6 പ്ലാന്റിൻ്റെയും എത്തനോ ബൊട്ടാണിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ടിഷ്യൂ കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, എക്കണോമിക് ബോട്ടണി ആൻഡ് എത്തനോ ബോട്ടണി എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഏകദേശം ആ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഏകദേശം എല്ലാ പോർഷൻസും പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് വായിക്കെങ്കിലും ചെയ്യുക. ഓക്കെ, വായിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹോർട്ടിക്കൾച്ചറിൻ്റെയും മറ്റുള്ളതുപോലെയല്ല, ഹോർട്ടിക്കൾച്ചറിൻ്റെയും ടിഷ്യൂ കൾച്ചറിൻ്റെയും ഒക്കെ എന്താണെന്ന് വെച്ചാൽ വായിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം എഴുതാനുള്ള പോയിൻറ്റ്സ് നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് എല്ലാ പോർഷനും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം. സീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 10 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മൈക്രോ പ്രൊപ്പഗേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഈ മീഡിയം, ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൻ്റെ പ്രിപ്പറേഷനും കമ്പോസിഷനും കാര്യങ്ങളും. ഓക്കെ, പിന്നെ സോമോക്ലോണൽ വേരിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഷൂട്ട് ടിപ്പ്, മെരിസ്റ്റം കൾച്ചർ, സിന്തറ്റിക് സീഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസൊക്കെ കാണാറുണ്ട് എന്നുള്ളതാണ്. ആന്തർ ആൻഡ് പോളൻ കൾച്ചർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടിഷ്യൂ കൾച്ചറിൻ്റെ കേസിൽ അതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഹോർട്ടിക്കൾച്ചറിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പോട്ട്സ് ആൻഡ് പോട്ടിങ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വരുന്നത് ഇറിഗേഷൻ, ഡിപ്പ് ഇറിഗേഷൻ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സീഡ് ക്വാളിറ്റി ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചോദിക്കാറുണ്ട്, 10 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കാം. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് കേട്ടോ ഈ റെഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഇത് റിപ്പീറ്റഡ് ആണ്, നോക്കി വയ്ക്കുക. ഓക്കെ, കൾട്ടിവേഷൻ ആൻഡ് പോസ്റ്റ് ഹാർവെസ്റ്റബിൾ മാനേജ്മെൻറ്റ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഓർണമെൻറ്റൽസ്, അതുപോലെ തന്നെ ഈ മഷ്റൂം കൾട്ടിവേഷനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് എത്തനോ ബോട്ടണി, എക്കണോമിക് ബോട്ടണി, അതിൽ റിപ്പീറ്റഡ് എന്ന് പറയാൻ മാത്രമില്ല, ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ മാത്രമില്ല, അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് നിങ്ങളത് ചില ആൾക്കാർ ചിലപ്പോൾ ആ പോർഷൻസ് വേണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ 2 പോർഷനും വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 14 മാർക്ക് നിങ്ങൾക്ക് ഷോർട്ട് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാത്തിൻ്റെയും പേരൊക്കെ ഒന്ന് പഠിച്ച് ജസ്റ്റ് എത്തനോ ബൊട്ടാണിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭാഗമാണ്. ഈ എത്തനോ ബൊട്ടാണിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക, എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒന്ന് നോക്കി വയ്ക്കുക.
അത് എന്തായാലും ചോദിക്കുന്നതാണ്. പക്ഷേ ഏത് ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ചില വർഷങ്ങളിൽ ഈഗിൾ മാർബലോസും കുർക്കുമാലോങ്ങിയും ചോദിക്കാം, ചിലപ്പോൾ ട്രൈക്കോപ്പസ് ഐലാനിക്കസ് ചോദിക്കാം, അങ്ങനെ പലതും ചോദിക്കാം. സെനഡോൺ ഡാക്ടൈലോൺ ചോദിക്കാം. അപ്പോൾ ഏത് ചോദിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ 6 പ്ലാന്റ്സിൻ്റെയും പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.